കരൺ, ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല നമ്മുടെ ഫേസ്ബുക്കിലെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വരെ എത്തുമെന്ന്. അതിപ്പോ ഞാനും ചിന്തിച്ചിട്ടില്ല നീ ഫേസ്ബുക്കിൽ ഇട്ട് വെച്ചേക്കുന്നത് 10 വർഷം മുമ്പുള്ള ഫോട്ടോയാണെന്ന്. അങ്ങനെയാണോ? എന്നാ പൊയ്ക്കോ, ഏതെങ്കിലും ചെറുപ്പക്കാരി പെണ്ണിനെ നോക്ക്. പെണങ്ങല്ലേ മോളൂ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എന്തായാലും നീ ഇത്രയും സുന്ദരിയല്ലേ, നിന്നെ കണ്ട താമരപ്പൂ പോലെ നാണിച്ചു പോവും. അതെ, പക്ഷേ കരൺ, അത് നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാ, കുട്ടികൾ സ്കൂളിൽ പോയാലേ നമ്മൾ ഇനി കാണാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? പക്ഷെ എന്ന് വരെ ഒളിച്ചൊളിച്ചിങ്ങനെ കാണും? അത് കുറച്ച് ദിവസം കൂടി, പിന്നെ ഞാൻ എല്ലാം ശരിയാക്കാം. അതുവരെ ഒന്ന് ക്ഷമിക്ക്. പറഞ്ഞാ ക്ഷമിച്ചല്ലേ പറ്റൂ. അതെ ഞങ്ങളെ, പെണ്ണിന്റെ വയസ്സെത്രയാ? അതിനൊരു 10-17 വയസ്സുണ്ടാവും. ഇതിനെപ്പോലെ കുറച്ച് തടിച്ചതാ. എന്തോന്നാ അങ്ങളെ, ഇതിനെ കണ്ടിട്ട് അങ്ങളിന് തടിച്ചായിട്ട് തോന്നുന്നുണ്ടോ? ഈ അമൽ സാർ മൊത്തം തപ്പിയാലും ഇതേപോലെ ഒരു പെണ്ണെ കാണാൻ കിട്ടില്ല. ലക്ഷത്തിലൊന്നാണ്. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് അവനോട് പ്രണയം തോന്നിയിരുന്നു. പക്ഷെ ഞാനത് ആരോടും പറയാതെ മറച്ചുവെച്ചു. വളരെ വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ആയിരുന്നു അത്. ഈ മുഴുവൻ അമൃത സാറിലും ഇതേപോലെ ഒരു പെണ്ണെ കിട്ടില്ല. ഡിംബി, വേഗം വാ മോളെ, ഭക്ഷണം കഴിക്കാം. ആമമ്മ, ദാ വരുന്നു. എങ്ങനെയുണ്ട്? പുതിന ചട്നി എനിക്ക് വേണ്ട. വേണ്ടേ? പോയാലോ? ഞാനിന്ന് ഭയങ്കര സന്തോഷത്തില. നിനക്കറിയോ, 3 വർഷം മുമ്പ് അച്ഛൻ മരിച്ചതിന് ശേഷം വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു എനിക്ക്. പപ്പ പോയതിനു ശേഷം മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അതായത് നിങ്ങൾക്ക് വേറെ ആരുമില്ലേ? അങ്ങനെയല്ല, മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. പക്ഷേ പ്രോപ്പർട്ടീസിന്റെ കാര്യത്തിൽ അവരുമായിട്ട് വഴക്കിടേണ്ടി വന്നു.
ഇപ്പൊ നീ വന്നില്ലേ, ഇനി എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അമ്മയ്ക്കും ഭയങ്കര സന്തോഷ. നീ എന്നും എന്റെ ജീവിതത്തിൽ ഇതുപോലെ കൂടെ ഉണ്ടാവില്ലോ അല്ലേ? അതിലെന്താ സംശയം? അതിനു വേണ്ടിയല്ലേ ഞാൻ വന്നത്. എന്നുവെച്ചാ? അതൊന്നുമില്ല, നീ എന്റെ ചക്കരയാന്ന്. നിന്നെ വിട്ടിട്ട് എവിടെ പോനാ? സത്യാണോ? സത്യാണ്. ബെട്ടി, നീ എത്ര നേരം ഹോംവർക്ക് ചെയ്യാ? ഒരു കാര്യം അറിയാ ചേച്ചി, എനിക്കിങ്ങനെ കളർ ചെയ്യുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാ. ആ, അതൊക്കെ ശരിയായി. പക്ഷെ ഇപ്പൊ സമയം ഒരുപാടായി. ചെന്നുറങ്ങി ചെല്ല്. അല്ല ചേച്ചി, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നോക്ക്, നേരെ ഇപ്പൊ ഒരുപാട് ഇരുട്ടി. രാവിലെ സ്കൂളിൽ പോകേണ്ടതല്ലേ? എന്ന് ശരി, ഞാൻ നിന്നെ സഹായിക്കാം. വേണ്ട, എന്റെ ജോലി എനിക്ക് ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. നീ ഉറങ്ങുന്നില്ലേ? എന്നാ ശരി.